മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തി ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ ഇന്നേക്ക് കൃത്യം 100 ദിവസം തികയുകയാണ്. ഈ 100 ദിവസങ്ങളിലും അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങളായി ജപിച്ച് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ അർച്ചന ചെയ്ത് സമർപ്പിക്കുകയാണ്. ലോകനന്മയ്ക്കായിട്ടുള്ള, ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും, ഈ ലോകത്തിൽ എത്രയോ രാജ്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിലെ അവസ്ഥ മാത്രമേ പ്രധാന ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുന്നുള്ളൂ. എങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലുള്ള പല പല രാജ്യങ്ങളിലും വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും പട്ടിണിയും അനുഭവിച്ച് വംശഹത്യകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സമയത്തും നമ്മളിത് പറയുമ്പോഴും ധാരാളം സ്ത്രീകൾ വധിക്കപ്പെടുന്നുണ്ട് ലോകത്തിൻ്റെ പല 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 രാജ്യങ്ങളിലും. അപ്പം നമുക്കിതുപോലെ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി കഴിയാവുന്ന ഈ ഭാരതമെന്ന പുണ്യദേശത്തിൽ ഇങ്ങനെ ഒരു ജന്മം തന്ന ആ ഭഗവാന് നമ്മൾ എന്ത് സമർപ്പിച്ചാൽ മതിയാവും. നമ്മുടെ ഈ ജീവിതം മുഴുവൻ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഒരു ദാസനെ പോലെ സേവിച്ചാൽ നമുക്ക് ഈ ഭാരതദേശത്തിൽ ഒരു ജന്മം തന്നതിൻ്റെ കടം നമുക്ക് തീർക്കാൻ സാധിക്കുമോ? എത്ര ജന്മങ്ങളെടുത്താൽ നമുക്ക് ആ ഭഗവാനോടുള്ള നന്ദി, ആ ഒരു കടപ്പാട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കുമോ? നമുക്കൊരു നല്ല ജന്മം തന്ന് ആ ഈശ്വരൻ്റെ സ്നേഹം നമുക്ക് കുറച്ച് കാണാനായിട്ട് സാധിക്കുമോ? നമുക്ക് ആ ഭക്ത മനസ്സുകളുടെ കമൻറ്റിൽ നിന്ന് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഭക്ത മനസ്സുകൾക്ക് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറാനായിട്ടുള്ള ഒരു വഴിത്തിരിവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു നാമജപ യജ്ഞത്തിൽ, അതും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന, ഇത്രയും സജ്ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു നാമജപ യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം, ഒരവസരം ഭഗവാനും അമ്മയും നമുക്ക് നൽകിയത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആരൂഢം, അതായത് നമ്മുടെ മൂലകുടുംബം, ആ മൂലകുടുംബ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തിരുമേനിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വളരെ വലിയൊരു പരിഹാരം എന്ത് ചെയ്താൽ, വലിയ വഴിപാടൊന്നും ചെയ്യാതെ തന്നെ ഒരു 10-50 രൂപ അല്ലെങ്കിൽ 100 രൂപയിൽ ഓരോ വഴിപാട് നടത്തി നമ്മുടെ ആ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ വളരെ വലിയൊരു പരിഹാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും ഒരു തടസ്സമായിട്ട് വരുന്നത് നമ്മുടെ മൂലകുടുംബത്തിൽ നമ്മൾ ആരാധിക്കാത്തത് കൊണ്ടാണ്. ഭാഗ്യങ്ങൾ നമുക്ക് തട്ടിപ്പോകുന്നത് ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് മിസ്സായിരിക്കും. ഒരു PSC ലിസ്റ്റിനെയൊക്കെ തൊട്ടിപ്പുറം വരെയൊക്കെ ചിലപ്പോൾ എടുക്കും, അല്ലെങ്കിൽ 2 പേർക്ക് മുമ്പ് വരെയൊക്കെ എടുക്കും. ചിലപ്പോൾ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിന് നമുക്ക് പല ഭാഗ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അത് ഈശ്വരന്മാർ നമ്മളോട് കോപിക്കുന്നത് കൊണ്ടല്ല. പല സജ്ജനങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ കോപം കൊണ്ടാണ്. ഈശ്വരൻ ഒരിക്കലും നമ്മളോട് കോപിക്കാനുള്ളതല്ല. ഭഗവാൻ നമ്മളെ രക്ഷിക്കാനുള്ളതാണ്. അത് സജ്ജനങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഈശ്വരൻ ഒരിക്കലും നമ്മളോട് കോപിക്കുകയില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരോ ജന്മങ്ങളായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ഇനിയും തീരാനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ജന്മം നൽകുന്നത്. അപ്പോൾ ഒരു മനുഷ്യനായിട്ട്, അതും ഈ ഭാരതത്തിൽ ജന്മം കിട്ടിയ നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ എരിഞ്ഞില്ലാതെ ആവണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമജപമാണ്. പിന്നെ ക്ഷേത്ര ഉപവാസം, ക്ഷേത്രങ്ങളിൽ പോയി കുറച്ച് കൂടുതൽ സമയം നാമം ജപിച്ചിരിക്കുക, അതൊക്കെ 100 ഇരട്ടിയിലധികം ഫലം നൽകുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി സംസാരിച്ചിരിക്കരുത്. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ പോയി മറ്റുള്ളവർ സംസാരിക്കാൻ വരികയില്ല എന്നുറപ്പുള്ള ഒരു സ്ഥലത്ത് പോയി
ധ്യാനനിമഗ്നനായിട്ടിരുന്നു കൊണ്ട് ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഏതു തിരുനാമവും ആ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ 100 ഇരട്ടി ഫലമാണ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ എരിച്ച് നമ്മൾ ചെയ്ത ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും ധാരാളം മനുഷ്യർ എത്രയെല്ലാം സമൃദ്ധിയോടുകൂടിയാണ് കഴിയുന്നത്. അവരതിനുള്ള സുകൃതം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ. അപ്പോൾ സജ്ജനങ്ങൾക്ക് ഇത് ഒരു കേൾക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായത് തന്നെ ഏതൊക്കെയോ ജന്മങ്ങൾ ചെയ്ത സുകൃതം കൊണ്ടാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ ഇരുന്നു കൊണ്ട് പറ്റുന്നത്രയും സമയം ക്ഷേത്രത്തിൽ ചെലവഴിച്ചുകൊണ്ട് ഓടിപ്പോരുകയല്ല, കഴിയുന്നത്ര സമയം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്തുകൊണ്ട്, പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ അടിപ്രദക്ഷിണം വേണം ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യുന്നത് പോലെ ഓടി വരികയല്ല, സമയമെടുത്ത് ഓരോ അടിപ്രദക്ഷിണം, ആ ഓരോ അടിയിലും വയ്ക്കുമ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ ആ ഹൃദയത്തിൽ ജപിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ട് എൻ്റെ കർമ്മപ്രാരബ്ധങ്ങൾ എല്ലാം ഇല്ലാതെയായി ഭഗവാനെ, എൻ്റെ ദുരിതങ്ങളെല്ലാം ഇല്ലാതെയായി എനിക്ക് സുഖവും നന്മയും എൻ്റെ സന്തതി പരമ്പരകൾക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ദുരിതങ്ങൾക്കൊക്കെ കുറേയൊക്കെ അറുതി വരും. അതുപോലെ തന്നെ മൂലകുടുംബത്തിൽ പോയി നമുക്ക് യഥാശക്തി വഴിപാട്, സർപ്പദൈവങ്ങൾ, നാഗദൈവങ്ങൾ ഒക്കെ അവരെയൊക്കെ നമ്മൾ പരിഗണിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് പരിഗണിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം എത്രമാത്രം ഡെവലപ്പാകും. ഇത് വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ധാരാളം ഭക്ത മനസ്സുകൾ അനുഭവിച്ചറിഞ്ഞ് പറയുകയാണ്. പക്ഷേ ഇതാരും മറ്റുള്ളവർക്ക് അങ്ങനെ പകർന്നൊന്നും കൊടുക്കുകയില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന സുഖം മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കണമെന്ന് അധികം ആൾക്കാർക്ക് താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നാം ചെയ്യേണ്ടത് ഇതാണ്. നാം ഇപ്പോൾ നമുക്കൊരു ഗുണമുണ്ടായാൽ നമ്മൾ അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്കതെന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വീട്ടിൽ എന്തെങ്കിലും കന്നിമൂലയിലൊക്കെ എന്തെങ്കിലും എന്താ പറയുക, വെള്ളം, അതായത് മലിനജലം കെട്ടിക്കിടക്കുന്ന ടോയ്ലറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, അതുപോലെ തന്നെ കന്നിമൂലയിൽ ടോയ്ലറ്റുകൾ, ഇതൊക്കെ വരുന്നത് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ വളരെയധികം തടഞ്ഞു നിർത്തുന്നതാണ്. കാരണം നമ്മുടെ എനർജി എല്ലാം ആ ഒരു കന്നിമൂല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജിയുടെ ഒരു ഉറവിടമാണ്. അപ്പോൾ അവിടെ ഇതുപോലുള്ള മലിനമായിട്ടുള്ള കുഴികളും മലിനജലവും മലിനമായ വസ്തുക്കളൊക്കെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി അതേപോലെ തന്നെ ഇല്ലാതെയായി തീരുന്നതാണ്. കാരണം നമുക്ക് എനർജിയാണ്, നമ്മുടെ ഊർജമാണ് നാം നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ തന്നെ എനർജിയാണ്. ആ എനർജി ഒരു ഭാഗത്തേക്ക് കെട്ടിക്കിടന്നാൽ അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെയല്ല, ധനപരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അതെല്ലാം അവിടുന്ന് മാറ്റി കുറച്ച് പണം മുടക്കിയാലും നമുക്ക് നല്ലൊരു ജീവിതമാണ്, സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് വേണ്ടത്. ഈ കന്നിമൂല ടോയ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കൊക്കെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ എന്താ പറയുക, ഈ മദ്യപാനം, ലഹരിക്കൊക്കെ അടിമപ്പെട്ട് പോകുന്നതായിട്ട് കണ്ടു വരാറുണ്ട്. പല ആൾക്കാരും പറയും ഇതൊക്കെ അബദ്ധങ്ങളാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കുക. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന ചില ആൾക്കാരുടെ ജീവിതം എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ കന്നിമൂലയിലുള്ള ടോയ്ലറ്റ്. അതൊക്കെ അതുപോലെ തന്നെ ഈ ഈശാനകോണിലൊന്നും ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ്. വടക്ക് കിഴക്കേ മൂലയാണ് ഈശാനകോൺ. അവിടെയൊക്കെ വളരെ പാർവതീ പരമേശ്വരന്മാരുടെ സ്ഥാനമാണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ വൃത്തിയും ശുദ്ധിയുമായിട്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കും. നമ്മുടെ ഒരു ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ നമുക്കുണ്ടാവുന്നത് നമുക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ധാരാളം സംസാരിച്ചിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഭഗവതിയുടെ തിരുനാമം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട തിരുനാമമാണ്.
ഓം നാരായണ സമാശ്രിതായേ നമഃ എന്നുള്ള തിരുനാമമാണ്. ഭഗവാൻ ആ നാരായണൻ്റെ ആ ആദിമൂല ബ്രഹ്മസ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ നാരായണൻ്റെ ആ തിരുനാമം ഉൾപ്പെടെയുള്ള നാമമാണ്. ആ നാരായണനെ എപ്പോഴും ആശ്രയിച്ചിരിക്കുന്ന ഭഗവതി. അപ്പോൾ ആ ഭഗവതി അമ്മയുടെ ആ ഒരു മഹത്വം, ഭഗവാനെ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ അമ്മയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് പറയാം. ഇന്ന് നമ്മുടെ ഉപാസനയുടെ 100ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 100ാമത്തെ ദിവസത്തിലും നമുക്കിത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുന്നു. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം നാരായണ സമാശ്രിതായേ നമഃ എന്നുള്ള തിരുനാമം ഭാര്യാഭർത്തൃബന്ധം ദൃഢമാകാനായിട്ട് ഉത്തമമായിട്ടുള്ള നാമമാണ്. എല്ലാവരും ഭക്തി ആദരപൂർവം ജപിക്കുക. ഓം നാരായണ സമാശ്രിതായേ നമഃ. 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 ഓം നാരായണ സമാശ്രിതായേ നമഃ.
ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ.
ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും, ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്തമനസ്സുകൾക്കും ഇതിൻ്റെ പ്രതിധ്വനി എവിടെയൊക്കെ ചെല്ലുന്നുവോ ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തി ലോകത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് നല്ല ഒരു ജീവിതം, ഇപ്പോൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ധാരാളം ഭക്തമനസ്സുകൾക്ക് എല്ലാവർക്കും നല്ല ഒരു ജീവിതം ഭഗവാനും അമ്മയും ഇനിയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം, സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജപം ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ.